ഹായ്, ഇന്ന് നമ്മൾ ഇൻ്റർസ്റ്റെല്ലാർ എന്ന സിനിമയുടെ തിരക്കഥയാണ് നോക്കാൻ പോകുന്നത്. അതായത് കൂപ്പർ ആ ബ്ലാക്ക് ഹോളിൽ നിന്ന് പുറത്ത് വെളിയിൽ വന്നു കഴിഞ്ഞ് ആ കൂപ്പർ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞത് മുതൽ ആ സീൻ മുതൽ അദ്ദേഹത്തിൻ്റെ മകളെ കാണുന്നതും അവിടെ നിന്ന് തുടർന്ന് ക്ലൈമാക്സും ആ എൻഡാവുന്ന ആ സീനിലേക്കുമുള്ള അത്രയും പോർഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ക്രിസ്റ്റഫർ നോളനും അദ്ദേഹത്തിൻ്റെ ബ്രദർ ജൊനാഥൻ നോളനും കൂടി എഴുതിയ ആ ഒറിജിനൽ സ്ക്രീൻ പ്ലേയുടെ ബേസ് ചെയ്ത് തന്നെയാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. സോ ഇത് കാണുമ്പോൾ എങ്ങനെയാണ് ആ ക്ലൈമാക്സ് അവർ എഴുതിയിട്ടുള്ളത് എന്നതിനെപ്പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തിരക്കഥയിലേക്ക് പോകാം. ഇൻറ്റീരിയർ ഹോസ്പിറ്റൽ റൂം. പകൽ. കൂപ്പർ പാടുപെട്ടാണെങ്കിലും കണ്ണു തുറക്കുന്നു. നല്ല വെളിച്ചം കടന്നു വരുന്ന ഒരു ഹോസ്പിറ്റൽ റൂമിലാണ് അയാളിപ്പോൾ. അവിടെ വലിയൊരു വിൻഡോ കാണാം. പുറത്തുനിന്നും ബേസ്ബോൾ കളിയുടെ ബഹളവും കുട്ടികളുടെ ചിരിയും കേൾക്കാം. അപ്പോൾ ഡോക്ടറുടെ ശബ്ദം, മിസ്റ്റർ കൂപ്പർ. അത് കേട്ട് നോക്കുമ്പോൾ കൂപ്പർ ഒരു നേഴ്സിനെയും ഡോക്ടറെയും കാണുന്നു. അത് കണ്ട് മെല്ലെ എണീക്കുന്നു. അപ്പോൾ ഡോക്ടർ, സൂക്ഷിച്ച്, നിങ്ങൾക്കിപ്പോൾ 124 വയസ്സ് പ്രായമുണ്ട്, അത് ഓർമ്മ വേണം. ഡോക്ടർ കൂപ്പറിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് നോക്കുന്നു. എന്നിട്ട് ഡോക്ടർ, ഓക്സിജൻ പൂർണ്ണമായും തീരുന്നതിന് തൊട്ടു മുൻപാണ് നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞത്, ഭാഗ്യമുണ്ട്. അപ്പോൾ കൂപ്പർ, ഞാനിപ്പോൾ എവിടെയാ? കൂപ്പർ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുന്നു. ആ സ്ഥലം മുകളിലും താഴെയുമായി വൃത്താകൃതിയിൽ വളഞ്ഞാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടർ, കൂപ്പർ സ്റ്റേഷൻ. നിലവിൽ ശനിയെ വലം വയ്ക്കുന്നു. അപ്പോൾ കൂപ്പർ സ്റ്റേഷൻ. കൊള്ളാം, എൻ്റെ പേര് തന്നെ തിരഞ്ഞെടുത്തതിന് നന്ദിയുണ്ട്. നേഴ്സ് അത് കേട്ട് അടക്കിച്ചിരിക്കുന്നു. അപ്പോൾ കൂപ്പർ, എന്താ? അപ്പോൾ ഡോക്ടർ, സർ, നിങ്ങളെയല്ല, നിങ്ങളുടെ മകളെ ഉദ്ദേശിച്ചാണ് ഈ പേരിട്ടിരിക്കുന്നത്. നിങ്ങളുടെ പേര് എക്കാലവും അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ കൂപ്പർ, അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ ഡോക്ടർ ഉണ്ടെന്ന് തലയാട്ടുന്നു. എന്നിട്ട് ഡോക്ടർ, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ അവരിവിടെ എത്തും. നല്ല പ്രായമുള്ളതിനാൽ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് അത്ര എളുപ്പം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവരറിഞ്ഞാൽ പിന്നെ മർഫി കൂപ്പറിനെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കൂപ്പർ പുഞ്ചിരിച്ചുകൊണ്ട്, എനിക്കറിയാം. ഡോക്ടർ റിപ്പോർട്ട് തിരികെ വയ്ക്കുന്നു. എന്നിട്ട് ഡോക്ടർ, ഏതായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് പോകാം. ഡോക്ടർ നേഴ്സും അവിടെ നിന്നും പോകുന്നു. കൂപ്പർ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത സീനിലെ അഡ്മിനിസ്ട്രേറ്റർ എന്ന ക്യാരക്ടർ പറയുന്ന ഡയലോഗ് ഇവിടെ വോയിസ് ഓവറായിട്ട് കയറി വരുന്നു. അഡ്മിനിസ്ട്രേറ്റർ, ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് കണ്ടാൽ നിങ്ങൾ ശരിക്കും എക്സൈറ്റഡ് ആകും. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു. ഇൻറ്റീരിയർ ഹാങ്ങർ കൂപ്പർ സ്റ്റേഷൻ പകൽ. അതായത് പറക്കുന്ന റേഞ്ചേഴ്സ് അതുപോലുള്ള വാഹനങ്ങളൊക്കെ പണിയുകയും മെക്കാനിക്ക് അത് റിപ്പയറൊക്കെ ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ പേരാണ് ഹാങ്ങർ. ആ സ്ഥലത്തെ സീനാണ് ഈ കാണിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്ററുടെ കൂടെ കൂപ്പർ അതിലൂടെ നടക്കുകയാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ, ഞാൻ എൻ്റെ ഹൈസ്കൂളിൽ നിങ്ങളെപ്പറ്റി ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഭൂമിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. കൂപ്പർ അവിടെ നിന്ന് താഴേക്ക് നോക്കുന്നു. അവിടെ നിറയെ റേഞ്ചർ വിമാനങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ചിലതിൽ മെക്കാനിക്കുകൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ, ഇദ്ദേഹം ഇത് കൂപ്പർ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കണ്ട അഡ്മിനിസ്ട്രേറ്റർ, എൻ്റെ കൂടെ വന്നാൽ ഞാൻ വേറെയും കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ ടൗൺ സ്ക്വയർ കൂപ്പർ സ്റ്റേഷൻ തുടർച്ച. മുൻപ് കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്ന ഒരു ടൗണിലൂടെയാണ് അഡ്മിനിസ്ട്രേറ്റർ കൂപ്പറേയും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം നടന്നുകൊണ്ട് പറയാണ്, ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞപ്പോൾ മിസ് കൂപ്പറിന് അത് വലിയ സന്തോഷമായി. അടിപൊളിയായിട്ടുണ്ടെന്നാണ് എന്നോടൊന്ന് പറഞ്ഞത്. അവിടുന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ ഫാം ഹൗസ് തുടർച്ച. അഡ്മിനിസ്ട്രേറ്റർ കൂപ്പറിനെയും കൊണ്ട് ഒരു ചോളപ്പാടത്തിൻ്റെ ഉള്ളിലൂടെ നടന്ന് ഫാം ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പുറത്തു വെച്ചിട്ടുള്ള ചെറിയ മോണിറ്ററിൽ ഈ ഇൻ്റർസ്റ്റെല്ലാർ സിനിമയുടെ തുടക്കം കാണിക്കുന്ന ആ ഡോക്യുമെൻ്ററി സ്റ്റൈലിലുള്ള വിഷ്വൽസ് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്ന ആ വീഡിയോയിലുള്ള ഒരു സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ മകൾ മർഫി തന്നെയാണ്. ഇൻറ്റീരിയർ കിച്ചൺ ഫാം ഹൗസ് തുടർച്ച. ഫാം ഹൗസിനുള്ളിലും അതേ വീഡിയോസ് വിവിധ മോണിറ്ററിൽ പ്ലേ ആകുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ കൂപ്പറിനായി വാതിൽ തുറന്നു കൊടുത്തു. എല്ലാം പഴയതുപോലെ തന്നെ അവിടെ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ എല്ലാം ക്ലീനാണ് ഇവിടെ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ, ഫാമിംഗ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരിതിന് സമ്മതിച്ചത്. അപ്പോൾ കൂപ്പർ അതിശയത്തോടെ, ഫാമിങ്ങോ? എനിക്കോ? അങ്ങനെ അവൾ പറഞ്ഞോ? എന്നിട്ട് അവിടെ ആകെ കണ്ണോടിക്കുമ്പോൾ ആ മുറിയുടെ അടുക്കളയുടെ മൂലയിലായിട്ട് ഒരു മെഷീൻ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നു. അപ്പോൾ കൂപ്പർ, ഇത്? അദ്ദേഹം ആകാംക്ഷയോടെ അതിനടുത്തേക്ക് പോകുന്നു. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ, താങ്കളെ കിട്ടിയതിൻ്റെ ഒപ്പം ശനിയുടെ അടുത്ത് നിന്ന് കണ്ടു കിട്ടിയതാണ്. ഇതിനെ പവർ സോഴ്സായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറെ ഒരെണ്ണം ഒപ്പിച്ചു തരാം. അപ്പോൾ കൂപ്പർ രണ്ടാമതൊന്നും ആലോചിക്കാതെ, വേണം. അയാൾ ആ മെഷീനെ ചേർത്ത് പിടിക്കുന്നു. ഇൻറ്റീരിയർ കിച്ചൺ ഫാം ഹൗസ് രാത്രി. അതേ ഫാം ഹൗസ് തന്നെ രാത്രിയിലത്തെ സീൻ. കൂപ്പർ ടാർസ് എന്ന ആ മെഷീൻ ഒരു ടേബിളിൽ കിടത്തി റിപ്പയർ ചെയ്യുകയാണ്.
അത് ടാർസാണ്. അതിനെ റിപ്പയർ ചെയ്യാണ്. അപ്പോൾ ടാർസ് സെറ്റിങ്സ്, ജനറൽ സെറ്റിങ്സ്, സെക്യൂരിറ്റി സെറ്റിങ്സ്. അപ്പോൾ കൂപ്പർ ഹോണസ്റ്റി, ന്യൂ സെറ്റിങ്സ് 95%. അപ്പോൾ ടാർസ് സ്ഥിരീകരിച്ചു, മറ്റെന്തെങ്കിലും സെറ്റിങ്സ്? അപ്പോൾ കൂപ്പർ ഹ്യൂമർ 60%. അപ്പോൾ ടാർസ് സ്ഥിരീകരിച്ചു, കലപില വർത്തമാനം? അത് കേട്ട് കൂപ്പർ പുഞ്ചിരിച്ചുകൊണ്ട് അത് നീ ഒരു 55% എടുത്തോ. അവിടുന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ ഫാം ഹൗസ് തുടർച്ച. രാത്രി അതേ ഫാം ഹൗസിൻ്റെ വെളിയിൽ കൂപ്പർ ഇരിക്കുകയാണ്, ഒരു കുപ്പി ബിയറും കുടിച്ചിരിക്കുകയാണ്. പണ്ട് ഭൂമിയിലുണ്ടായിരുന്നപ്പം അദ്ദേഹം ചെയ്യാറുള്ള പോലെ തന്നെ രാത്രി ഫ്രണ്ടിലൊരു ബിയറും കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ടാർസ് അതിനടുത്തേക്ക് വരുന്നു, അയാളുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ടാർസ് എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ടല്ലേ? അപ്പോൾ കൂപ്പർ പോരാ, ഇത്ര വൃത്തിയില്ലായിരുന്നു, എല്ലാം പഴയതുപോലെ എടുത്തു വെച്ച് ആസ്വദിക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ. അപ്പോൾ അവിടുന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ ഹാങ്ങർ കൂപ്പർ സ്റ്റേഷൻ പകൽ. മുൻപ് അദ്ദേഹം റേഞ്ചർ വിമാനങ്ങളെ നോക്കി നിന്ന അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഇദ്ദേഹം നോക്കി നിൽക്കുന്ന കാണിക്കുകയാണ് വിമാനങ്ങളെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ വോയിസ് ഓവറായിട്ട് വരുന്നു. എനിക്കറിയേണ്ടത് നമ്മൾ എവിടെയാണെന്നാണ്, എവിടേക്കാണ് പോകേണ്ടതെന്നാണ്. അവിടുന്ന് കട്ടാകുന്നു. ഇൻറ്റീരിയർ ഹോസ്പിറ്റൽ വെയിറ്റിംഗ് റൂം പകൽ. കൂപ്പർ ഉത്സാഹത്തോടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഒരു നേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ കൂപ്പർ നേഴ്സിനോട് അവൾ വന്നോ? അപ്പോൾ നേഴ്സ് വന്നു, ഫാമിലി മുഴുവൻ ഉള്ളിലുണ്ട്. അപ്പോൾ കൂപ്പർ ഫാമിലിയോ? അപ്പോൾ നേഴ്സ് അത് എല്ലാവരും വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് മർഫ് ക്രയോ സ്ലീപ്പിലായിരുന്നു. അവിടുന്ന് കട്ടാകുന്നു. ഇൻറ്റീരിയർ ഹോസ്പിറ്റൽ റൂം പകൽ. കൂപ്പർ പ്രതീക്ഷയോടെ ശാന്തനായി വാതിൽ തുറക്കുന്നു. അവിടെ കട്ടിലിന് ചുറ്റും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഒരുപാട് പേര് കൂടി നിൽക്കുന്നുണ്ട്. കൂപ്പർ മെല്ലെ അകത്തേക്ക് നടന്നു. അവിടെ ബെഡിൽ അവശയായി ഒരു വൃദ്ധ കിടക്കുന്നു. കൂപ്പറിനെ കണ്ട് അവരുടെ മുഖം തെളിഞ്ഞു. ഭയങ്കര സന്തോഷത്തോടെ ആ വൃദ്ധ കൂപ്പറിന് നേരെ കൈകൾ നീട്ടി. കൂപ്പർ അവർക്ക് അടുത്തിരുന്നു. എന്നിട്ട് സന്തോഷത്തോടെ കൈകളിൽ പിടിക്കുന്നു. എന്നിട്ട് കൂപ്പർ എനിക്ക് ഫാമിംഗ് ഇഷ്ടമാണെന്ന് നീ അവരോട് പറഞ്ഞല്ലേ? അത് കേട്ട് മർഫ് ചിരിക്കുന്നു. എന്നിട്ട് കൂപ്പർ അത് ഞാനായിരുന്നു മർഫ്, നീ ഗോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെയായിരുന്നു. അപ്പോൾ മർഫ് എനിക്കറിയാം, ആരും എന്നെ വിശ്വസിച്ചില്ല, എല്ലാം ഞാൻ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ അതാരാണെന്ന് എനിക്കറിയാമായിരുന്നു. മർഫ് അത് പറഞ്ഞുകൊണ്ട് അവളുടെ വാച്ചിൽ തൊട്ട് കാണിക്കുന്നു. എന്നിട്ട് മർഫ് ആരും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ കൂപ്പർ എന്തുകൊണ്ട്? അപ്പോൾ മർഫ് കാരണം എൻ്റെ ഡാഡ് എനിക്ക് പ്രോമിസ് ചെയ്തിരുന്നു. അപ്പോൾ കൂപ്പർ സന്തോഷത്തോടെ അവസാനം ഞാൻ ദാ വന്നു. അപ്പോൾ മർഫ് വേണ്ട, ഒരച്ഛനും അവരുടെ മകൾ മരിക്കുന്നത് കൺമുമ്പിൽ കാണാൻ പാടില്ല. എനിക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ എൻ്റെ മക്കളുണ്ട്. അപ്പോൾ മർഫ് എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകാത്ത മട്ടിൽ കൂപ്പർ നോക്കുകയാണ്. അപ്പോൾ മർഫ് ഇവിടുന്ന് പോയിക്കോ. അപ്പോൾ കൂപ്പർ എങ്ങോട്ട്? അപ്പോൾ മർഫ് ബ്രാൻഡിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഫാമിലി വീണ്ടും അവിടേക്ക് വരുന്നു. അതായത് ആ ബെഡിന് ചുറ്റും ഫാമിലി വീണ്ടും ഒത്തുകൂടുന്നു. കൂപ്പർ അവരുടെ ഒപ്പം കൂടാതെ മർഫിനെ നോക്കിക്കൊണ്ട് പിന്നിലേക്ക് പുറത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ മർഫിൻ്റെ ശബ്ദം വോയിസ് ഓവറായിട്ട് വരുന്നു. ഇനി ത്രൂ ഔട്ട് എൻഡ് വരെ വോയിസ് ഓവറായിട്ടാണ് വരുന്നത്. അവൾ അവിടെ എവിടെയോ ഉണ്ട്. അപ്പോൾ കട്ടാകുന്നു. എക്സ്റ്റീരിയർ എഡ്മണ്ടിൻ്റെ പ്ലാനറ്റ് പകൽ. ബ്രാൻഡ് അവിടെ ഹെൽമെറ്റും ഷൂട്ടും ധരിച്ച് നിൽക്കുന്നു. മുന്നിൽ കേസ് എന്ന മെഷീൻ അവിടെ ചിതറിക്കിടക്കുന്ന പാറകളുടെ അടിയിൽ നിന്നും എന്തോ പുറത്തെടുക്കുകയാണ്. അവളത് നോക്കിയാണ് നിൽക്കുന്നത്. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അപ്പോൾ മർഫിൻ്റെ ശബ്ദം വോയിസ് ഓവറായിട്ട് വരുന്നു. അവിടെ പുതിയ ക്യാമ്പ് ഉണ്ടാക്കുകയാകും. അപ്പോൾ കട്ടാകുന്നു. ഇൻറ്റീരിയർ ഹാങ്ങർ കൂപ്പർ സ്റ്റേഷൻ രാത്രി. അവിടെയുള്ള അവസാനത്തെ മെക്കാനിക്ക് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. അതായത് ആ റേഞ്ചറൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും അവസാനത്തെ മെക്കാനിക്കും പോകുന്നു. പോയി കഴിയുമ്പോൾ അവിടെ മറിഞ്ഞിരുന്ന ടാർസ് എന്ന മെഷീൻ മെല്ലെ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതുവഴി കൂപ്പർ അകത്തേക്ക് വരുന്നു. റേഞ്ചർ ആ വിമാനം പറത്തുമ്പോൾ ധരിക്കുന്ന ഹെൽമെറ്റും വേഷമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ എഡ്മണ്ടിൻ്റെ പ്ലാനറ്റ് തുടർച്ച. ബ്രാൻഡ് അവിടെ മുട്ടുകുത്തിയിരിക്കുകയാണ്. മുന്നിൽ എഡ്മണ്ട് എന്നെഴുതിയ നെയിം പ്ലേറ്റ് കുറച്ച് കല്ലുകളിൽ ചാരി വെച്ചിട്ടുണ്ട്, ഒരു ഓർമ്മയ്ക്കെന്ന പോലെ. അപ്പോൾ മർഫിൻ്റെ ശബ്ദം വോയിസ് ഓവറായിട്ട് വരുന്നു. ഏതോ ഗാലക്സിയിൽ ഒറ്റയ്ക്ക്. അപ്പോൾ ബ്രാൻഡ് അവളുടെ ഹെൽമെറ്റ് ഊരുന്നു. അവിടുന്ന് കട്ടാകുന്നു. ഇൻറ്റീരിയർ ഹാങ്ങർ രാത്രി. കൂപ്പർ അവിടെ ഒരു റേഞ്ചറിൽ കയറി. ആ റേഞ്ചർ എന്ന് പറയുന്ന ഒരു വിമാനത്തിൽ കയറി. ഒപ്പം ടാർസും കയറി. എന്നിട്ട് ഹൂപ്പർ അത് പറത്താനായിട്ട് പറത്തുമ്പോൾ ധരിക്കുന്ന ഹെൽമെറ്റ് ധരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ എഡ്മണ്ടിൻ്റെ പ്ലാനറ്റ് തുടർച്ച. ഹെൽമെറ്റ് ഊരിയ ബ്രാൻഡ് നല്ലതുപോലെ ശ്വാസം എടുക്കുന്നു. കണ്ണുകൾ കരഞ്ഞ് കലങ്ങിയിട്ടുണ്ട്.
അപ്പോൾ മർഫിൻ്റെ ശബ്ദം. ചിലപ്പോൾ ഒരു നീണ്ട മയക്കത്തിനായി തയ്യാറെടുക്കുകയാകും. അപ്പോൾ കട്ടാകുന്നു. ഇൻറ്റീരിയർ ഹാങ്ങർ രാത്രി. കൂപ്പർ റേഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു. മുന്നിലൊരു വലിയ വാതിൽ തുറക്കുമ്പോൾ അപ്പുറത്ത് അനന്തമായ പ്രപഞ്ചമാണ്. അപ്പുറത്ത് ഫുൾ ഇരുട്ടാണ്, നക്ഷത്രങ്ങളൊക്കെ കാണാം. അതായത് അങ്ങോട്ട് പറത്താൻ ഒരുങ്ങുകയാണ് കൂപ്പർ. അപ്പോൾ അവിടുന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ എഡ്മണ്ടിൻ്റെ പ്ലാനറ്റ് തുടർച്ച. ബ്രാൻഡ് ആ ഗ്രഹത്തിലെ സൂര്യാസ്തമയം നോക്കുന്നു. അപ്പോൾ മർഫിൻ്റെ ശബ്ദം. നമ്മുടെ പുതിയ സൂര്യൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ കട്ടാകുന്നു. ഇൻറ്റീരിയർ ഹാങ്ങർ രാത്രി. ഒരു മെക്കാനിക്ക് അവിടേക്ക് നടന്നു വരികയാണ്, ആ ഹാങ്ങർ വിമാനങ്ങൾ റേഞ്ചറുകൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക്. പെട്ടെന്ന് ഒരു റേഞ്ചറിൻ്റെ സ്ഥാനത്ത് അവിടെ റേഞ്ചർ ഇല്ല. അതായത് ഒരു റേഞ്ചർ മിസ്സിംഗ് ആണെന്ന് അവർ കാണുന്നു. അങ്ങോട്ട് നോക്കുന്നു. അപ്പോൾ വീണ്ടും കട്ടാകുന്നു. എക്സ്റ്റീരിയർ എഡ്മണ്ടിൻ്റെ പ്ലാനറ്റ് തുടർച്ച. ബ്രാൻഡ് അവിടെ നിന്ന് എണീക്കുന്നു. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പിന്നിൽ പണി കഴിഞ്ഞ ചെറിയൊരു ക്യാമ്പിലേക്ക് നടന്നിറങ്ങിപ്പോകുന്നു. അപ്പോൾ മർഫിൻ്റെ ശബ്ദം. നമുക്ക് വേണ്ടിയുള്ള പുതിയ ഗ്രഹത്തിൽ, അതായത് ഇൻ അവർ ന്യൂ ഹോം. അത് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഇരുട്ടാകുന്നു, അവസാനിക്കുന്നു. സോ ഇതാണ് ഇൻ്റർസ്റ്റെല്ലാർ എന്ന സിനിമയുടെ അവസാനം, അതിൻ്റെ ക്ലൈമാക്സിൻ്റെ സ്ക്രീൻ പ്ലേ. എത്ര ഭംഗിയായിട്ടാണല്ലേ ക്രിസ്റ്റഫർ നോളനും അദ്ദേഹത്തിൻ്റെ ബ്രദർ ജൊനാഥൻ നോളനും ഈ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത്. ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ടെക്സ്റ്റ് ബുക്കാണ് ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന ഫിലിം. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ നോളൻ്റെ മറ്റ് ഫിലിംസും അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേകളും എല്ലാം ഒരു ഫിലിം സ്റ്റുഡൻറ്റ് എന്ന രീതിക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള സിനിമകളുടെ തിരക്കഥകൾ, സീനുകൾ നിങ്ങൾക്ക് തിരക്കഥയായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ആൻഡ് മറ്റൊരു വീഡിയോയിൽ പുതിയൊരു തിരക്കഥയായിട്ട് വീണ്ടും വരാം.